ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദ പ്രൊഫഷണൽ സോഷ്യൽ വർക്കർ. ഇത് നമ്മുടെ സ്കിസോഫ്രീനിയയുടെ പാർട്ട് 3 വീഡിയോ ആണ്. ഈ ഒരു വീഡിയോയിൽ നമ്മളൊരു കേസ് സ്റ്റഡിയാണ് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ ആ ഒരു കേസ് സ്റ്റഡിയിലൂടെ നമ്മൾ പാർട്ട് 1 പാർട്ട് 2 കവർ ചെയ്ത ഏരിയാസിനെ കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ മനസ്സിലാവും. സോ നമ്മുടെ ക്ലയൻറ്റ് എന്ന് പറയുന്നത് 23 വയസ്സുള്ള ഒരു മെയിലാണ്. അദ്ദേഹത്തിന് ഈ സ്കിസോഫ്രീനിയയുടെ സിംറ്റംസ് കാണാൻ തുടങ്ങിയിട്ട് ലാസ്റ്റ് 3 months ആയിട്ടുണ്ട്. സോ ഒരു ഹിസ്റ്ററി ഓഫ് ഇൽനെസ് എന്ന് പറയുന്നത് ലാസ്റ്റ് 3 months ആണ്. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും മേജർ ആയിട്ടുള്ളൊരു സിംറ്റം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഡെല്യൂഷൻസിൻ്റെ ഒരു ടൈപ്പാണ്. എന്തായിരുന്നു നമ്മൾ പഠിച്ച ഡെല്യൂഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെല്യൂഷൻസ് എന്ന് വെച്ചാൽ ഫിക്സ്ഡ് ആയിട്ടുള്ള ഫോൾസ് ബിലീഫാണ്. എത്രത്തോളം നമ്മുടെ ചുറ്റും കോൺട്രറി എവിഡൻസസ് ഉണ്ടെങ്കിൽ കൂടെ നമ്മൾക്ക് അത് വിശ്വസിക്കാൻ പറ്റാതെ നമ്മൾ നമ്മുടെ ആ ഒരു ബിലീഫിലേക്ക് വളരെ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഫോൾസ് ആയിട്ടുള്ള ഫിക്സ്ഡ് ഫോൾസ് ബിലീഫിനെയാണ് ഡെലൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ടൈപ്സ് പഠിച്ചിട്ടുണ്ടായി: പെർസിക്യൂട്ടറി, ഗ്രാൻഡിയോസ്, ഇറോട്ടോമാനിക്. ഇദ്ദേഹത്തിനുള്ളത് എന്താണ്? പെർസിക്യൂട്ടറി ഡെലൂഷനാണ്. എന്തായിരുന്നു പെർസിക്യൂട്ടറി ഡെലൂഷൻ? ബിലീഫ് ഓഫ് ബീയിങ് ഹാംഡ്. എന്നെ വേറൊരാൾ അപായപ്പെടുത്താൻ നോക്കുന്നുണ്ടോ എന്നുള്ള കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു തോട്ട്, അതാണ് ഇദ്ദേഹത്തിനുള്ളത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ തോട്ട് എങ്ങനെയാണ് വരുന്നത്? ഒരു സീക്രട്ട് ഓർഗനൈസേഷൻ എൻ്റെ മൂവ്സൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട് എന്ന് ഇദ്ദേഹത്തിന് തോന്നിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊരു ഓർഗനൈസേഷൻ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, എൻ്റെ മൂവ്സൊക്കെ നോക്കി എൻ്റെ പിന്നാലെ വന്ന് എന്നെ അപായപ്പെടുത്താൻ നോക്കുന്നുണ്ട് എന്നുള്ള കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു തോട്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വേറൊരു കുട്ടി എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു: മൈ നൈബേഴ്സ് ആർ സ്പൈയിങ് ഓൺ മീ ടു പോയ്സൺ മൈ ഫുഡ്. എൻ്റെ ഫുഡ് പോയ്സൺ ചെയ്യാൻ വേണ്ടി എൻ്റെ നൈബേഴ്സ് ട്രൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. നെക്സ്റ്റ് അയാളുടെ മേജർ ആയിട്ടുള്ളൊരു സിംറ്റമാണ്, ആൾക്ക് വോയിസ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ചെവിട്ടിൽ ആരോ ഇങ്ങനെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന പോലെ, അവരിൽ നിന്ന് ഹൈഡ് ഫ്രം അതർ പീപ്പിൾ, സോഷ്യൽ കോണ്ടാക്റ്റ് ഒക്കെ കുറയ്ക്കൂ എന്നുള്ളത്. അതെന്താണ്? സെൻസ് ഓർഗൻസ് റിലേറ്റഡ് ആണ്. അതിന് നമ്മൾ മേജർ ആയിട്ടുള്ളൊരു പോസിറ്റീവ് സിംറ്റം ഓഫ് സ്കിസോഫ്രീനിയയിൽ പഠിച്ചതാണ് എന്ത്? ഹാലൂസിനേഷൻസ്. എന്ന് പറഞ്ഞാൽ സെൻസറി പെർസെപ്ഷൻ വിത്തൗട്ട് എക്സ്റ്റേണൽ സ്റ്റിമുലൈ ഇല്ലാതെ വരുന്ന നമുക്ക് സെൻസറി പെർസെപ്ഷൻ. നമ്മുടെ ചുറ്റുമുള്ളവർക്ക് ഒന്നും കേൾക്കില്ല, പക്ഷേ അയാൾക്ക് ഇങ്ങനെ കേൾക്കുന്നുണ്ടാവും. ഒരു ഇൻസ്ട്രക്ഷൻ അദ്ദേഹത്തിൻ്റെ ചെവിട്ടിൽ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. സോ ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള സിംറ്റംസ്. ഇതിലൂടെ അദ്ദേഹത്തിന് എന്തുണ്ടാവും? ഒരു സോഷ്യൽ വിഡ്രോവൽ, പേഴ്സണൽ ഹൈജീൻ ഉണ്ടായിരിക്കണം എന്നില്ല, ഡെയിലി ഫങ്ഷനിങ്ങിന് ഇത് എഫക്റ്റ് ചെയ്യും, അയാളുടെ സോഷ്യൽ ഒക്യുപ്പേഷണൽ ഫങ്ഷനിങ്ങിനെ എഫക്റ്റ് ചെയ്യും. ഈ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഡേ ടു ഡേ ലൈഫിനെ കംപ്ലീറ്റ് ആയിട്ട് എഫക്റ്റ് ചെയ്യുന്നതാണ് എന്ത്? സ്കിസോഫ്രീനിയ. മേജർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചിലപ്പോൾ ആൻറ്റിസൈക്കോട്ടിക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ CBT കൊടുക്കലായിരിക്കാം, ഫാമിലിക്കുള്ള സൈക്കോ എഡ്യൂക്കേഷൻ ആയിരിക്കാം. എന്താണോ എങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ലോങ് 6 months അല്ലെങ്കിൽ ഇറ്റ് മൈ ടേക്ക് ലോങ്ങർ ലൂടെയാണ് നമുക്കിത് കുറയ്ക്കാൻ സാധിക്കുക. താങ്ക് യു സോ മച്ച്.